എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ഇഡ്ഡലിക്കും ദോശയ്ക്കും പറ്റിയ ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ ആദ്യമായിട്ട് നമ്മൾ 1 കപ്പ് കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുക്കണം. പാൻ എടുത്ത് 1 കഷ്ണം കായം എണ്ണയില്ലാതെ വറുക്കണം. എണ്ണ ഒരു തുള്ളി പോലും ഒഴിക്കാൻ പാടില്ല. ഇത് 1 മാസം വരെ കേടാകാതിരിക്കുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. എന്നിട്ട് 1 കപ്പ് കഴുകിയ ഉഴുന്ന് അത് വറുക്കുക. എന്നിട്ട് കടലപ്പരിപ്പ് 1 കപ്പ് കടലപ്പരിപ്പ് അതും കഴുകി വൃത്തിയാക്കി ഇടുക. ഒരു ഈർപ്പമെല്ലാം പോയി ഒന്ന് നിറം മാറി വരുമ്പോൾ 7-8 വറ്റൽമുളക് ഇടുക. ഇനി വെളുത്തുള്ളി അല്ലി ഒരു 6-7 എണ്ണം ഇടാം. അത് ഇട്ട് വറുക്കുക. തീ കുറച്ച് സിമ്മിലിട്ട് വേണം വറുക്കാൻ. കൂട്ടിയിടരുത്, കരിഞ്ഞു പോകും. പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ്, പരലുപ്പിടുക. അത് ഇട്ട് ഇതിലിട്ട് വറുക്കണം. ഒട്ടും വെള്ളം പാടില്ല. അതിനാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഇത് പൊടിക്കുക. ഈർപ്പമില്ലാത്ത മിക്സി ആയിരിക്കണം. അവിടെയും വെള്ളം പാടില്ല. അതിൽ വറുത്തെടുക്കുക. പലരും പല വിധത്തിലൊക്കെ ചെയ്യാറുണ്ട്. ചിലർ അരിയിട്ട് വറുക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. ചമ്മന്തി ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇത് എണ്ണയിൽ ചാലിച്ച് കഴിക്കാം. എരി കൂടുതൽ വേണമെങ്കിൽ വറ്റൽമുളക് ചേർക്കാം.